ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്ക് കാരണമായ നിമിഷങ്ങളാ മുഹറമിന്റെ ഓരോ ദിനരാത്രങ്ങളും. അതിലെ ഏറ്റവും പവിത്രമായ ഒരു ദിവസമാ പരിശുദ്ധമായ ആശൂറായിന്റെ ദിവസം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർവകാല സ്വഹാബത്ത് സലഫുസ്വാലിഹീങ്ങളായ മഹാന്മാരായ ഇമ്മത്തുകൾ ഈ പരിശുദ്ധമായ ദിവസങ്ങളെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നു, മനസ്സിലാക്കി തന്നു. അല്ലാഹുവിന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യേണ്ട സമയങ്ങളാ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ദിവസങ്ങളാ. പരിശുദ്ധമായ ആശൂറായിന്റെ ദിനത്തിൽ തന്നെ എണ്ണമറ്റ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധമായ ലൗഹ് പടച്ചത്, കലം പടച്ചത്, ഹർഷ് പടച്ചത്, കുർസിയെ പടച്ചത്, ആകാശങ്ങൾ പടച്ചത്, ഭൂമിയും പർവ്വതങ്ങളും സർവചരാചരങ്ങളും സമുദ്രങ്ങളും എല്ലാം സൃഷ്ടിച്ചത് പരിശുദ്ധമായ ആശൂറായിന്റെ ദിവസങ്ങളിലാണ്. പോരാ, മഹാനായ മലക്കുകളെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മലക്കുകളെയും അല്ലാഹു സൃഷ്ടിച്ചു. പോരാ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ പിതാവായ ആദം നബിയെ അല്ലാഹു സൃഷ്ടിച്ചത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ദിവസം, വരാൻ പോകുന്ന പരിശുദ്ധമായ ആശൂറായിന്റെ ദിവസങ്ങളാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രളയത്തിൽ നിന്ന് അവിടുത്തെ സമുദായത്തിന് അവിടത്തിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് വലിയ ആശ്വാസവും സ്വാന്തനവും രക്ഷയും കാവലും ലഭിച്ച പരിശുദ്ധമായ പുണ്യ ദിവസങ്ങളാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ ജനിക്കുന്ന സമയമാണ്. നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ സംഭവമാ. എല്ലാം നടന്ന ദിവസമാ പരിശുദ്ധ ആശൂറായിന്റെ ദിവസം. മഹാനായ ഇബ്രാഹിം നബി അത്ഭുതകരമായ ശത്രുപാളയങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷ കൊടുത്ത സമയമാണ്. അഹങ്കാരികൾക്ക് നാശമുണ്ടായ ദിവസങ്ങളാ പരിശുദ്ധ ആശൂറായിന്റെ ദിവസം. നൈൽ നദിയിൽ മുക്കിക്കൊന്ന സമയങ്ങളാണ്, ദിവസങ്ങളാ നമ്മിലേക്ക് കടന്നു വരുന്നത്. പോരാ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗം കൊടുത്ത് അല്ലാഹു പരീക്ഷിച്ച മഹാനുഭാവനാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം മാറി. എല്ലാ നിലയിലും മഹാനവറുകൾക്ക് സന്തോഷവും സമാധാനവും നൽകിയ പരിശുദ്ധമായ സമയങ്ങളാണ്, ദിവസങ്ങളാ നമ്മിലേക്ക് കടന്നു വരുന്നത്. എല്ലാത്തിനും സാക്ഷിയായ ദിവസം ആശൂറായിന്റെ ദിവസമാണ്. അതേപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയാണ്. അല്ലാഹു അവിടുത്തെ കാഴ്ച ശക്തി തിരിച്ചു കൊടുത്ത സമയം അത് ആശൂറായിന്റെ സമയങ്ങളാ. മുഹറം 10-നാണ്. പോരാ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജയിലിൽ നിന്ന് രക്ഷ ലഭിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും സർവ നൂലാമാലകളിൽ നിന്ന് അല്ലാഹു രക്ഷ തരുന്നു. ധാരാളം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വലിയ മഹത്വമാണ്. ഇദ്രീസ് നബിയെയും ഈസാ നബിയെയും അല്ലാഹു ആകാശത്തേക്ക് ഉയർത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം മുഹറം 10-ആണ്. അതേപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അധികാരം കൊടുത്തു. ലോകത്ത് ആദ്യമായി മഴ വന്നു. അല്ലാഹുവിന്റെ റഹ്മത്ത് ധാരാളം വർഷിച്ചു. ഇങ്ങനെ തുടങ്ങി എണ്ണമറ്റ സംഭവങ്ങൾ ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മറക്കല്ലേ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ മുഹറം 10-ന്റെ ദിനരാത്രങ്ങൾ സജീവമാകാൻ, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാവാൻ, നോമ്പ് നോക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.